ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇത്രയും ഫ്രഷായിട്ടൊക്കെ ആരല്ലേ വരിക? എനിക്കേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ. പോട്ടെ, എന്തായാലും ഒന്ന് കുളിയൊക്കെ പാസ്സാക്കി വരാം. ഒന്ന് തുമ്മാൻ വന്നത് അതും തുമ്മാൻ പറ്റിയില്ല. അതും പോട്ടെ. എന്തായാലും ഈ ചകിരി പോണക്കിരിക്കുന്ന ഹെയറിനെ ഒന്ന് ഒതുക്കി നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഈ കോമ്പ് ശരിക്കും എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇതിൽ കൊണ്ട് നല്ലതായിട്ട് ചിളകളൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഈ ഒരു കുന്തം കൊണ്ടിട്ട് നമുക്ക് ഇതിനകത്തിരിക്കുന്ന ഹെയറിനൊക്കെ എടുത്ത് കളയാം. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത് ഞാൻ മിനിസോന്ന് മേടിച്ചതാണ്. എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ ആകെ രണ്ട് സാധനം യൂസ് ചെയ്യാറുള്ളൂ. ഒരെണ്ണം വന്നിട്ട് കാസ്റ്റർ ഓയിൽ ഫോർ ഐബ്രോസിനും ഐലാഷസിനും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ ലിബാമും മാത്രമാണ് യൂസ് ചെയ്യുക, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഈവൻ ഒരു മോയ്സ്ചറൈസർ പോലും എനിക്കിടാൻ മടിയുണ്ട്. തീർന്നിട്ടുള്ള മസ്കാരേൻ്റെ ഇത് ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക, യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് മറ്റേ ക്യൂട്ടിപ്പ് ഉണ്ടല്ലോ, ബഡ്സ്, അത് വെച്ചിട്ടും യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ നോർമലി ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ കൈവച്ചിട്ട് ജസ്റ്റ് തോണ്ടുക, ഇടുക, അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഇതായിക്കോട്ടെ, എന്താ സോ അത് കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ എടുക്കുക. ഐബ്രോസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മസാജ്. ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും. വേണ്ട, ഒരു 4 days പോട്ടെ, ഒരു 5 days നിങ്ങൾ കണ്ടിന്യൂസ് ഐലാഷിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. സൂപ്പർ റിസൾട്ടായിരിക്കും. ഇത് ഐലാഷിൽ ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എടുക്കുക, നന്നായിട്ട് കോംപ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചാർജ് തരും. അപ്പോൾ എടുക്കുക, കോംപ് ചെയ്ത് കൊടുക്കുക. നല്ല സുന്ദരമായ കട ഇങ്ങനത്തെ ഐലാഷ് കിട്ടും. സാധനം ലിബാം. ഇത് എന്നൊക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരേ ഒരു ലിബാമാണ്. അത് കഴിഞ്ഞാൽ വേഗം ഇതുപോലെ മുടി കെട്ടുക, ശടയെന്ന് പോയി കിടന്നുറങ്ങുക. അത്രയേ ഉള്ളൂ. ബൈ, ഗുഡ് നൈറ്റ്.